വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തിയറി ടോപ്പിക്സ് എന്നും അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസും എങ്ങനെ എക്സാമിന് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാമെന്നുള്ളതും മനസ്സിലാവും. ഇനി അടുത്തത് വരുന്നതാണ് മൊഡ്യൂൾ 1ൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC എന്നുള്ളത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ടോപ്പിക്ക്, ഇലാസ്റ്റിസിറ്റി, സർപ്ലസ്, ടാക്സേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് വിളിക്കാം PPF. ഇത് രണ്ടും സെയിം ആണ്. ഇതിലുള്ള ഗ്രാഫ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഷിഫ്റ്റ് ഇൻ PPC എന്ന് പറഞ്ഞിട്ട് റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫും അതേപോലെ തന്നെ ചെറിയൊരു ഡെഫിനിഷനും വരുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ അതിൽ വരുന്നതാണ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ IEFT എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ഗ്രാഫ്, ആ ക്വസ്റ്റ്യനിൽ ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആ ഗ്രാഫ് തെറ്റിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഴുതിയിരിക്കുന്നതിന് ഒട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കുറേ ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം അത് വരയ്ക്കാൻ. അടുത്തത് വരുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത്. ഇതെന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, കൺസെപ്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ ഒരാൾക്ക് മന്തി കഴിക്കാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ആദ്യം അയാൾ എന്ത് ചെയ്യും? അത് ആസ്വദിച്ച് നല്ലോണം കഴിക്കും. രണ്ടാമതും നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കുക. സെയിം സാധനം തന്നെയാണ് പിന്നെയും കൊടുക്കുന്നത്, സെയിം മന്തി തന്നെ പിന്നെയും കൊടുക്കുക. അപ്പോഴും അയാൾ ചിലപ്പോൾ നല്ലോണം കഴിക്കുമായിരിക്കും. പക്ഷേ പിന്നെയും അയാൾ കഴിച്ചു തീരുന്ന അനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അയാൾക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. സെയിം ഇവിടെ അങ്ങനെ തന്നെയാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഇനിഷ്യലി ഹൈ ആയിരിക്കും, അതായത് ഇൻക്രീസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അത് സീറോയിലോട്ട് വരും, പിന്നെ അത് നെഗറ്റീവായിട്ട് മാറും. അതാണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് പഠിക്കണം. അതിൽ 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതും പഠിക്കണം. 3 സ്റ്റേജിൽ നമ്മുടെ ഈ ടോട്ടൽ യൂട്ടിലിറ്റി, ആവറേജ് യൂട്ടിലിറ്റി, അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിക്ക് വരുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിമാൻഡ് ആൻഡ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത്. ഇതിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഈ ലോ ഓഫ് ഡിമാൻഡിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് പ്രൈസ് കുറവാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കൂടിയിരിക്കും. ഇതാണ് അവിടെ സിംപ്ലി പറയുന്നത്. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് നോക്കണം. അതുപോലെ തന്നെ ഈ ഡിമാൻഡ് കർവ് പഠിക്കാനുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്നും പറഞ്ഞിട്ട് പ്രൈസ്, ഇൻകം, അതുപോലെ തന്നെ ക്ലൈമറ്റ്, ഗവൺമെൻറ് പോളിസീസ്, കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അങ്ങനെ കുറച്ച് ആൻസേഴ്സൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്നുള്ളതും അതേപോലെ തന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നുള്ളതും നോക്കണം. അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ അവിടെ വരുന്ന ഗ്രാഫ്സും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തത് വരുന്നതാണ് സപ്ലൈ ആൻഡ് ലോ ഓഫ് സപ്ലൈ എന്നുള്ളത്. ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ആണ് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോഴത്തേക്കും സപ്ലൈ കൂടുന്നു, അതാണ് അവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈസ് ഓഫ് ദ ഫാക്ടർ ഇൻപുട്സ്, അതേപോലെ തന്നെ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടെക്നോളജി, ഗവൺമെൻറ് പോളിസീസ്, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈയിൽ വരുന്നത്. ഇനി ഇതിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്, ഇപ്പം നമ്മൾ ഡിമാൻഡും സപ്ലൈയും പറഞ്ഞില്ലേ, ഇവരെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനാണ്. അവിടെ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവും. അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് നോക്കണം. അതേപോലെ തന്നെ ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ്, നോ ചേഞ്ച് ഇൻ സപ്ലൈ. രണ്ടാമത്തെ പോസിബിലിറ്റി നോ ചേഞ്ച് ഇൻ ഡിമാൻഡ്, ചേഞ്ച് ഇൻ സപ്ലൈ. മൂന്നാമത്തെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും ഗ്രാഫ്സ് ഉണ്ട്, അതും നോക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻസും നോക്കി വയ്ക്കുക. ഇനി അടുത്തത് വരുന്ന ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ന്യൂമറിക്കൽ പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ ഒരു ഫോർമുല വരുന്നുണ്ട്. എന്താണ് ആ ഫോർമുല എന്ന് വെച്ചാൽ ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P ഡിവൈഡഡ് ബൈ Q എന്നുള്ളതാണ്.
ഇവിടെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇതൊക്കെയാണ് ഇലാസ്റ്റിസിറ്റിയിൽ വരുന്ന ടൈപ്സ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ഇതിന് ഓരോന്നിനും ഓരോ ഗ്രാഫുണ്ട്, ഓരോ കണ്ടീഷനും ഉണ്ട്. ആ കണ്ടീഷനും ഗ്രാഫും എക്സ്പ്ലനേഷനും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഇത്രയാണ് ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ പറയാൻ പോവാണ്. അതായത് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം വാങ്ങിക്കുന്ന ആൾ. അപ്പോൾ എന്ത് ചെയ്യുവാണ്? ഒരാൾ ക്ലോക്ക് വാങ്ങിക്കാൻ പോയി. അപ്പോഴത്തേക്കും അയാൾക്കൊരു ക്ലോക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ എന്ത് വിചാരിച്ചു? ഇതിനൊരു 300 റുപ്പീസ് ആയിരിക്കും, എൻ്റെ കയ്യിൽ ഇപ്പോൾ 300 ബഡ്ജറ്റ് ഉണ്ട്, അപ്പോൾ ഇത് 300 ആണെങ്കിൽ ഞാനത് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അയാൾ പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, അതായത് ആ കടയിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചു, ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ഇതിന് 150 ഉള്ളെന്ന്. അപ്പോൾ അവിടെ എന്താണ്? കൺസ്യൂമറിനൊരു ഫീല് വന്നു. അയാൾ 300-ന് വാങ്ങിക്കാനിരുന്ന സാധനം സത്യത്തിൽ 150 ഉള്ളൂ. അതായത് അയാൾക്കൊരു സർപ്ലസ് ആയിട്ട് എന്തോ ഒരു കിട്ടിയെന്നൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അതാണ് സിംപ്ലി കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡ്യൂസർ സർപ്ലസ് എന്താണെന്ന് പറയാം. ഇതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇതേ സംഭവം തന്നെ. അതായത് പ്രൊഡ്യൂസർ ആ ക്ലോക്ക് വിൽക്കാൻ വെച്ചിരുന്നത് 150 റുപ്പീസിനാണ്. പക്ഷേ കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് നേരെ 300 റുപ്പീസ് തന്നിട്ട് പോയി. അപ്പോഴത്തേക്കും സത്യത്തിൽ അതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? ആ ക്ലോക്കിന് 150 ഉള്ളൂ. അപ്പോൾ കസ്റ്റമർ അതിന് 300 തന്നിട്ട് പോയി. കസ്റ്റമറിന് അത്രയും വെറുത്തുണ്ടെന്ന് അതിന് തോന്നിയിട്ട് അത്രയും ക്യാഷ് തന്നിട്ട് പോയി. അപ്പോൾ അവിടെ ആർക്കാണ് സർപ്ലസ്? പ്രൊഡ്യൂസറിനല്ലേ. അതാണ് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ അത്രയും പ്രൈസിന് അത് വിൽക്കാൻ, അതായത് 150 എന്ന് പറയുന്ന പ്രൈസിന് അത് വിൽക്കാൻ വില്ലിങ് ആയിരുന്നു. പക്ഷേ കൺസ്യൂമർ അതിന് 300 റുപ്പീസ് തന്നിട്ട് പോയി. മനസ്സിലായോ? ഇതാണ് സിംപ്ലി കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിനൊരു ഗ്രാഫുണ്ട്, അതേപോലെ തന്നെ കുറച്ച് തിയറി ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. പറയുന്നത് ഗ്രാഫ് ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ എക്സ്ട്രാ ബെനിഫിറ്റിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. അതായത് കൺസ്യൂമറിനുണ്ടായ എക്സ്ട്രാ ബെനിഫിറ്റും അതേപോലെ തന്നെ പ്രൊഡ്യൂസറിനുണ്ടായ എക്സ്ട്രാ ബെനിഫിറ്റിനെ കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ ബെനിഫിറ്റ് കോൺസെപ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടാണ് ടാക്സേഷൻ ആൻഡ് ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൽസറി പേയ്മെൻറ്റ് ടു ദി ഗവൺമെൻറ് ആണ് എന്ത്? ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സേഷനിൽ ഒരു ഗ്രാഫ് വരുന്നുണ്ട്, അതിൻ്റെ തിയറി പാർട്ട് ഉണ്ട്. ഗ്രാഫാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഡെഡ് വെയ്റ്റ് ലോസിനും ഒരു ഗ്രാഫ് വരുന്നുണ്ട്. ആ ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് നോക്കാനാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇലാസ്റ്റിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ തിയറി പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാലും ആ ടൈപ്സ് തന്നെയാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ PPC പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവും അതേപോലെ തന്നെ എക്സ്പ്ലനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ഞാനിതിൻ്റെ എൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സും അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള K2-ൻ്റെ PDF-ഉം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ സോൾവ് ചെയ്ത ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നോട്ട്സാണ് വേണ്ടതെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ട്സ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് മൊഡ്യൂൾ 2 നോക്കാം.